ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 8. ശരിയായ പാതകൾ തിരിച്ചറിയുക. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യം. 16-കാരനായ ബ്രസീലിയൻ സ്കേറ്റ് ബോർഡർ ഫെലിപ്പ് ഗുസ്താവോ ഭൂമിയിലെ ഏറ്റവും ഐതിഹാസിക സ്കേറ്റ് ബോർഡർമാരിൽ ഒരാളായി മാറുമെന്ന് ആരും വിശ്വസിക്കുമായിരുന്നില്ല. ഗുസ്താവോയുടെ പിതാവ് തൻ്റെ മകൻ പ്രൊഫഷണൽ സ്കേറ്റിംഗ് സ്വപ്നം പിന്തുടരേണ്ടവനാണെന്ന് വിശ്വസിച്ചുവെങ്കിലും അതിനുള്ള പണം തൻ്റെ പക്കൽ ഇല്ലായിരുന്നു. അതിനാൽ പിതാവ് അവരുടെ കാർ വിറ്റ് മകനെ ഫ്ലോറിഡയിലെ ഒരു പ്രശസ്ത സ്കേറ്റിംഗ് മത്സരത്തിന് കൊണ്ടുപോയി. ഗുസ്താവോയെക്കുറിച്ച് ആരും കേട്ടിരുന്നില്ല. അവൻ ജയിക്കുന്നതുവരെ വിജയം അവനെ ഒരു അത്ഭുതകരമായ കരിയറിൽ എത്തിച്ചു. ഗുസ്താവോയുടെ പിതാവിന് മകൻ്റെ ഹൃദയവും അഭിനിവേശവും കാണാനുള്ള കഴിവുണ്ടായിരുന്നു. ഗുസ്താവോ പറഞ്ഞു, ഞാനൊരു പിതാവാകുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് ആയിരുന്നതിൻ്റെ 5% പോലും എങ്കിലും ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയം, ഊർജം, വ്യക്തിത്വം എന്നിവ ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്ന അതുല്യമായ രീതി വിവേചിച്ചറിയുന്നതിനും എന്നിട്ട് അവർ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ അവർ എത്തിച്ചേരുന്നതിനും മക്കളെ സഹായിക്കാൻ മാതാപിതാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെക്കുറിച്ച് സദൃശ്യവാക്യങ്ങൾ വിവരിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. എഴുത്തുകാരൻ പറയുന്നു, നമുക്ക് വിശാലമായ വിഭവങ്ങളോ അഗാധമായ അറിവോ ഇല്ലായിരിക്കാം. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ജ്ഞാനവും നമ്മുടെ ശ്രദ്ധാപൂർവമായ സ്നേഹവും ഉപയോഗിച്ച് നമ്മുടെ സ്വാധീന വലയത്തിനുള്ളിലെ നമ്മുടെ കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും ഒരു വലിയ സമ്മാനം നൽകാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കാനും ജീവിതകാലം മുഴുവൻ അവർക്ക് പിന്തുടരാനാകുന്ന പാതകൾ വിവേചിച്ചറിയാനും നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. ചിന്തിക്കുക, കുട്ടിയുടെ ഹൃദയത്തെയോ ഊർജത്തെയോ ശ്രദ്ധിക്കുന്ന ഒരു രക്ഷിതാവിനെ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? എങ്ങനെയാണ് ദൈവം തൻ്റെ ശ്രദ്ധാപൂർവമായ വഴികൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്? ദൈവത്തിന് മഹത്വം.